നമസ്കാരം, എൻ്റെ പേര് രശ്മി വരുൺ. മാർക്കണ്ട ഹൈവ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള കുറച്ച് കാഞ്ചീപുരം സിൽക്ക് സാരീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ പണ്ട് തൊട്ടേ കണ്ടുവരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കളർ കോമ്പിനേഷനാണ്. സാൻഡൽ കളറിലും അതുപോലെ തന്നെ ഓഫ് ക്രീം കളറിലും വരുന്ന സാരീസാണ്. 4 സാരീസാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ സാരി കണ്ടു നോക്കാം. എനിക്ക് ഇന്നും ആക്ച്വലി ഈ ഒരു കളർ കോമ്പിനേഷനുള്ള സാരി ഉണ്ടോയെന്ന് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണിച്ചാൽ മതിയല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് തന്നെ വീഡിയോ എടുക്കുന്നത്. ഈ ഒരു സാരിയുടെ ബേസ് കളർ നമുക്ക് വന്നിരിക്കുന്നത് ഒരു ഓഫ് ക്രീമും അല്ല എന്നാൽ ഒരു സാൻഡൽ ഷെയ്ഡും അല്ലാത്ത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേസ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇത് പൊതുവേ നമ്മൾ പണ്ട് മുതലേ കാണുന്ന ഒരു ട്രഡീഷണൽ കളറാണ്. ആൻഡ് കോമ്പിനേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷനാണ്. ബോഡി കളർ ആ ഒരു സാൻഡിൽ ഷെയ്ഡ് വന്നിട്ട് അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീകോക്ക് പാറ്റേണിൻ്റെ വീവിംഗ് ആണ്. പ്യുവർ ഗോൾഡൻ ജെറിയിലുള്ള വീവിങ് വന്നിട്ടുള്ളത്. ഫുൾ ബോഡിയിൽ അതിൻ്റെ സ്പ്രെഡിങ് ആണ് പോയിട്ടുള്ളത്. ഫുൾ സാരിയിൽ അതേ ആ ഒരു സ്പ്രെഡിങ് ആണ് പോയിട്ടുള്ളത്. കളർ കോമ്പിനേഷൻ ഇറ്റ് സെൽഫ് വളരെ ഹെവിയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് എടുത്തു കൊടുക്കാൻ തോന്നുന്ന ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു സാരിയാണ് ഇത്. പ്യുവർ കോർവയിലുള്ള വീവിങ് പാറ്റേൺ ആണ് ഈ സാരിയിൽ വന്നിരിക്കുന്നത്. ആൻഡ് ബോർഡറിൻ്റെ കളർ നമുക്ക് വരുന്നത് ഒരു എന്താ പറയുക, ഒരു കുങ്കുമ ഷെയ്ഡ് എന്ന് പറയാം. റെഡ് അല്ല എന്നാൽ മെറൂണും അല്ലാത്ത ഒരു കുങ്കുമ ഷെയ്ഡിലാണ് ഇതിൻ്റെ ബോർഡേഴ്സ് വന്നിരിക്കുന്നത്. അതിലും ട്രഡീഷണൽ പാറ്റേൺസ് തന്നെ ഗോൾഡൻ ജെറിയിലാണ് വീവ് ചെയ്ത് വന്നിരിക്കുന്നത്. അതിൽ ആ ഒരു 2-3 ലെയേഴ്സ് ആയിട്ടാണ് നമുക്ക് ബോർഡർ വീവിങ് വന്നിരിക്കുന്നത്. അതിൽ ഇടവിട്ട് ഒരു ചെറിയ തോതിൽ ഒരു ഗ്രീൻ ജെറിയിലുള്ള ഒരു ഗ്രീൻ കളർ വീവിങ്ങും കൂടെ വന്നിട്ട് ജെറിയുടെ ഇടയ്ക്കായിട്ട് ഒരു ഗ്രീൻ കളർ വീവിങ്ങും വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ബോർഡേഴ്സിൻ്റെ വീവിങ് വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീവിങ് ആണ്. ആൻഡ് താഴത്തെ ബോർഡർ നമുക്ക് മീഡിയം സൈസ് ആണെങ്കിൽ മുകളിലത്തെ ബോർഡർ നമുക്ക് ചെറിയ ബോർഡറാണ് വന്നിരിക്കുന്നത്. അതും ആ ഒരു താഴത്തെ ബോർഡറിൻ്റെ ഒരു ചെറിയ വേർഷൻ തന്നെയാണ് നമുക്ക് മുകളിലത്തെ ബോർഡറിലും ഫോളോ ചെയ്ത് പോയിട്ടുള്ളത്. ആൻഡ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, കളർ കോമ്പിനേഷൻ തന്നെ വളരെ ഹെവിയാണ്. ആൻഡ് കുറച്ചേ ഉള്ളൂ, ബോഡിയിൽ വലിയ വർക്കില്ല എന്ന് പറഞ്ഞിട്ട് ഹെവിനെസ് ഇല്ലാന്ന് വിചാരിക്കേണ്ട. ആ കളർ കോമ്പിനേഷൻ മതി ഇത് എല്ലാം തരാനായിട്ട്. ആൻഡ് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. പല്ലും നല്ല ഹെവി ആയിട്ട് ആ ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡിൽ ഗോൾഡൻ ജെറിയുടെ വീവിംഗ് ആണ്. ട്രഡീഷണൽ പാറ്റേൺസിൻ്റെ വീവിംഗ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ബ്ലൗസ് പീസ് പല്ലുവിൻ്റെയും ബോർഡേഴ്സിൻ്റെയും സെയിം ഷെയ്ഡായിട്ടുള്ള ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡിലാണ്. കണ്ടോ, ഈ ഒരു റെഡും അതുപോലെ തന്നെ മെറൂണും ഡ്യുവൽ ഷെയ്ഡ് മിക്സ്ഡ് ആയിട്ടാണ് ഇതിൻ്റെ ബോർഡേഴ്സും ബ്ലൗസും പല്ലുവും ഒക്കെ വന്നിട്ടുള്ളത്. ബ്ലൗസ് ബോഡി പ്ലെയിൻ വന്നിട്ട് സാരിയുടെ സെയിം ബോർഡേഴ്സാണ് ബ്ലൗസിലും ഫോളോ ചെയ്ത് പോകുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി വെച്ച് കാണിക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോംബോ ആണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു സാരിയുടെ പ്രൈസ് നോക്കാം. ഈ ഒരു പെർട്ടിക്കുലർ സാരിയുടെ പ്രൈസ് വരുന്നത് 26,900 റുപ്പീസാണ്. അടുത്ത സാരി കണ്ടു നോക്കാം. വീണ്ടും നമ്മൾ ലാസ്റ്റ് കണ്ട സാരിയുടെ ഒരു സിമിലർ കളർ കോമ്പിനേഷൻ ആണ് സാരിയുടെ ബോഡിയും ബോർഡേഴ്സുമായിട്ട് വന്നിട്ടുള്ളത്. ബോഡി കളർ നമുക്കൊരു ഓഫ് ക്രീം ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണിതും. ഇത് കാണുമ്പോൾ ഒരു ടിഷ്യൂ ഫീൽ വരും, പക്ഷെ ടിഷ്യൂ അല്ല. ബേസ് സിൽക്ക് വന്നിട്ട് അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് കുഞ്ഞു പാറ്റേൺസ്, കുഞ്ഞു ഡോട്ട് പോലെയുള്ള പാറ്റേൺസിൻ്റെ വീവിംഗ് ആണ് ആ ഒരു പ്യുവർ ഗോൾഡൻ ജെറിയിൽ വീവ് ചെയ്ത് വന്നിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണിതും. ആൻഡ് ബോർഡേഴ്സ് നമുക്ക് വരുന്നത്, താഴത്തെ ബോർഡർ അത്യാവശ്യം നല്ല വിട്ടുള്ള ബോർഡറാണ്. ഒരു 10 to 12 ഇഞ്ചസോളം വരുന്ന ബോർഡറാണ്. അതിലും ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡ് തന്നെയാണ് ഫോളോ ചെയ്ത് പോയിട്ടുള്ളത്. അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഗോൾഡൻ ജെറിയിലുള്ള വീവിംഗ് ആണ് സാരിയുടെ ബോർഡേഴ്സിൽ വന്നിട്ടുള്ളത്. അത് മൾട്ടിപ്പിൾ പാറ്റേൺസ് മൾട്ടി ലെയേർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എഡ്ജസിലായിട്ട് നമുക്ക് ചെറിയൊരു ഗ്രീൻ കളറിലുള്ള ഒരു ജാമുനും വരുന്ന പോലെയാണ് ഈ സാരിയുടെ ബോർഡർ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് മുകളിലത്തെ ബോർഡർ നമുക്ക് വന്നിരിക്കുന്ന താഴത്തെ ബോർഡറിൻ്റെ ഒരു ചെറിയ വേർഷനാണ്. മീഡിയം സൈസിനോട് അടുത്ത് വരുന്ന ഒരു ബോർഡർ സൈസാണ് മുകളിലത്തെ ബോർഡറിൽ യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഗ്രീൻ ജാമുൻ പാറ്റേൺ മുകളിലും നമുക്ക് വരുന്നുണ്ട്. നമുക്ക് പല്ലു ബ്ലൗസ് പീസൊക്കെ കാണാം. ഇതാണ് ഈ സാരിയുടെ പല്ലു വരുന്നത്. പല്ലുവിൽ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ട്രഡീഷണൽ പാറ്റേൺസിൻ്റെ വീവിംഗ് ആണ് വന്നിരിക്കുന്നത്. ഫ്ലോറൽ പാറ്റേൺ വരുന്നുണ്ട്, പിന്നെ ആ ബോഡിയിൽ പോയിക്കുന്ന ചെറിയ പാറ്റേൺസ് വരുന്നുണ്ട്. മൾട്ടിപ്പിൾ പാറ്റേൺസിൻ്റെ ഒരു വീവിംഗ് തന്നെയാണ് ആ ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഗോൾഡൻ ജെറിയിൽ വീവ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ ഈ സാരി നമുക്ക് ഓപ്പൺ പ്ലീറ്റ് ആയിട്ടോ പ്ലീറ്റ് എടുത്തു കൊടുത്താലോ എങ്ങനെ ഇട്ടാലും ഭംഗിയായിരിക്കും. ആൻഡ് ഇതാണ് സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസ് പീസും ആ ഒരു ബോർഡേഴ്സിൻ്റെ സെയിം ഷെയ്ഡിൽ തന്നെയാണ്. പ്ലെയിൻ ബോഡിയും സാരിയുടെ സെയിം ബോർഡേഴ്സുമാണ് നമുക്ക് ബ്ലൗസിലും പോയിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഒത്തിരി ഹെവി ആയിട്ടൊന്നും ജ്വല്ലറീസ് ഒന്നും ഇട്ടില്ലെങ്കിൽ പോലും ഈ സാരിയുടെ കളർ കോമ്പിനേഷൻ വെച്ച് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും.
ആൻഡ് ഈ ഒരു സാരിയുടെയും പ്രൈസ് വരുന്നത് 26,800 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലെ നെക്സ്റ്റ് സാരി കണ്ടു നോക്കാം. വീണ്ടും ഇന്നത്തെ എല്ലാ സാരീസും വളരെ യുണീക്ക് ആയിട്ടുള്ള സാരീസാണ്. ട്രഡീഷണൽ ആണെങ്കിലും വളരെ യുണീക്ക് ആയിട്ടുള്ള സാരീസാണ്. ഇതും ഒരു ഓഫ് ക്രീം ആ ഒരു ഷെയ്ഡിൽ തന്നെ ഒരു ഗോൾഡൻ ക്രീം ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ആൻഡ് അതുപോലെ തന്നെ നല്ല ഹെവിയും ആയിട്ടുള്ള ഒരു സാരിയാണ് ഈ ഒരു പെർട്ടിക്കുലർ സാരി വന്നിരിക്കുന്നത്. ആൻഡ് ഈ സാരിയുടെ ബോഡി കളർ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഗോൾഡൻ ക്രീം ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ചെക്ക് പാറ്റേൺ ആണ് ബോഡിയിൽ ഫുള്ള് വീവിങ് വന്നിട്ടുള്ളത്. ആ ഒരു ലൈൻസ് ഇങ്ങനെ 1-2 പാറ്റേൺസിൽ വരുന്ന ലൈൻസ് അടുപ്പിച്ച് പോയിട്ടുള്ള മൾട്ടി ചെക്ക് പാറ്റേൺ എന്ന് പറയും. ആ ഒരു കൈൻഡ് ഓഫ് പാറ്റേൺ ആണ് ബോഡിയിൽ ഫുള്ള് ഗോൾഡൻ സരിയിൽ ചെക്ക് പാറ്റേൺ വീവിങ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് സിൽവർ സരിയിലുള്ള 2 പാറ്റേൺസ് ഇടവിട്ട് പോകുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സാരിയുടെ ബോഡിയിലുള്ള വീവിങ് പാറ്റേൺസ് വന്നിട്ടുള്ളത്. ആൻഡ് ബോർഡേഴ്സ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു റെഡും റാണി പിങ്കിൻ്റെയും ഡ്യുവൽ ഷെയ്ഡാണ് നമുക്ക് ബോർഡേഴ്സിൽ വന്നിട്ടുള്ളത്. അതിലും നമുക്ക് ഗോൾഡൻ ജെറിയിലുള്ള ട്രഡീഷണൽ പാറ്റേൺസിൻ്റെ വീവിങ് ആണ്. മീഡിയം സൈസിൽ നിന്നും കുറച്ചുകൂടെ വിത്തുള്ള ബോർഡറാണ്. ഒരു 10 to 10 ഇഞ്ചസോളം വരുന്ന ബോർഡറാണ്. ആൻഡ് എഡ്ജസിൽ ആ ഒരു പിങ്ക് കളറിലുള്ള ഒരു റിബൺ പോകുന്ന പോലെയാണ് താഴത്തെ ബോർഡർ ഫിനിഷ് ചെയ്തേക്കുന്നത്. ആൻഡ് മുകളിലത്തെ ബോർഡർ ചെറിയ ബോർഡറാണ്, ഒരു 4 ഇഞ്ചസോളം വരുന്ന ബോർഡറാണ്. താഴത്തെ ബോർഡറിൻ്റെ ഒരു ചെറിയ വേർഷൻ നമുക്ക് പറയാവുന്ന പോലെയാണ് മുകളിലത്തെ ബോർഡർ പോയിരിക്കുന്നത്. റാണി പിങ്ക് ഷെയ്ഡിലാണ്, റെഡിഷ് റാണി പിങ്ക് ഷെയ്ഡിലാണ്. ആൻഡ് ആ ഒരു ജാമുൻ സെൽഫ് കളറിൽ ഇതിലും വരുന്നുണ്ട്. ആൻഡ് കോർവേ പാറ്റേൺ വീവിങ് തന്നെയാണ് ഈ ഒരു സാരിയിലും ഫോളോ ചെയ്ത് പോയിട്ടുള്ളത്. നമുക്ക് ഈ സാരിയുടെ പല്ലു കണ്ടു നോക്കാം. ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. പല്ലുവിലും നമുക്ക് ആ ഒരു റെഡിഷ് റാണി പിങ്ക് ഷെയ്ഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. വളരെ ഹെവി ആയിട്ടുള്ള ഒരു പല്ലു വീവിങ് ആണ്. ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള പാറ്റേൺസ് പൊതുവെ വീവ് ചെയ്യാൻ ഇതുപോലുള്ള കുഞ്ഞു പാറ്റേൺസ് വീവ് ചെയ്യാനായിരിക്കും എപ്പോഴും ബുദ്ധിമുട്ട് വരുന്നത്. അതുപോലെയുള്ള ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള ഷാർപ്പ് ഡിസൈൻസിൽ വരുന്ന വീവിങ് ആണ്. 2-3 പാറ്റേൺസ് ഇങ്ങനെ നിരത്തി പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ പല്ലുവിലുള്ള വീവിങ് വന്നിട്ടുള്ളത്. ആൻഡ് ഇനി നമുക്ക് ബ്ലൗസ് പീസ് കണ്ടു നോക്കാം. ആ ഒരു പല്ലുവിൻ്റെയും ബോർഡേഴ്സിൻ്റെയും സെയിം ഷെയ്ഡിലാണ് നമുക്ക് ബ്ലൗസ് പീസ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കളർ കോമ്പിനേഷൻ ഇറ്റ് സെൽഫ് ഹെവിനെസ് തരുന്ന ഒരു കളറാണ് ഈ ഒരു സാരിക്കും വന്നിട്ടുള്ളത്. കണ്ടോ, ആ ബ്ലൗസിൻ്റെ കളറൊക്കെ കണ്ടു. നമ്മൾ ഉടുത്ത് വരുമ്പോൾ വളരെ ഭംഗിയായിരിക്കും ഈ ഒരു സാരിയും. ഇതും നേരത്തെ പറഞ്ഞ പോലെ ബ്രൈഡ്സിനോ അല്ലെങ്കിൽ ഇച്ചിരി ഹെവി ആയിട്ടുള്ള സാരീസ്, ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഹെവി സാരീസ് ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റിയ സാരിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 37,800 ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് സാരി കണ്ടു നോക്കാം. വീണ്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. പണ്ട് പോലെ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രഡീഷണൽ കോംബോ തന്നെയാണ് ഇതും. ലാസ്റ്റ് നമ്മളുടെ ഫസ്റ്റ് സാരിയുടെ ആ ഒരു സ്റ്റൈല് തന്നെയാണ് ഈ ഒരു സാരിയുടെയും വീവിങ് വന്നിരിക്കുന്നത്. ഒരു ഗോൾഡൻ ക്രീം ഷെയ്ഡിലാണ് ഈ ഒരു സാരിയുടെയും ബോഡി കളർ വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ആൻഡ് അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കൊരു ചക്ര പാറ്റേൺ ആണ് ഗോൾഡൻ ജെറിയിൽ. വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള പാറ്റേൺ. ഇതുപോലുള്ള ക്ലാരിറ്റി വരുന്ന പാറ്റേൺ വീവ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ അങ്ങനത്തെ ഒരു സ്റ്റൈലിൽ വീവ് ചെയ്തെടുത്തിട്ടുള്ള പാറ്റേൺസ് ആണ് ബോഡിയിൽ ഫുള്ളായിട്ട് സാരിയുടെ പോയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സാരിയുടെ 2 സൈഡിലെയും ബോർഡേഴ്സ് സെയിം സൈസ് ആൻഡ് സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത്. ഇതും ഒരു റാണി പിങ്കും അതുപോലെ തന്നെ റെഡിൻ്റെയും ഷെയ്ഡ്സിൽ വരുന്ന ഡ്യുവൽ ഷെയ്ഡിൽ വരുന്ന ബോർഡേഴ്സാണ്. കോർവേ ബോർഡർ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. അതിൽ മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള വീവിങ് ആണ്. റാണി പിങ്കിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഗോൾഡൻ സരിയിൽ വന്നിരിക്കുന്നത്. അതിൽ ഇടവിട്ട് നമുക്ക് ഒരു ഗ്രീൻ കളറിലുള്ള ത്രെഡ് കൂടെ പോയിട്ടുള്ള രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീവിങ് ആണ് ഈ ഒരു സാരിയിലും. 2 സൈഡിലും ബോർഡേഴ്സ് വന്നിരിക്കുന്നത്. 2 സൈഡിലും നമുക്ക് ഇതുപോലെയുള്ള ആ ഒരു സെൽഫ് കളറിലുള്ള ജാമുൻ ബോർഡറും പോകുന്നുണ്ട്. ആൻഡ് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. പല്ലുവും വളരെ ഹെവി ആയിട്ട് ആ ഒരു റെഡിഷ് റാണി പിങ്കിൽ വളരെ ഹെവി ആയിട്ട് ട്രഡീഷണൽ പാറ്റേൺസിൻ്റെ വീവിങ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു റെഡും അതുപോലെ തന്നെ റാണി പിങ്ക് കൂടെ മിക്സ്ഡ് ആണ് ഈ ഒരു സാരിയുടെ പല്ലു ബോർഡേഴ്സ് എല്ലാം വന്നിട്ടുള്ളത്. ആൻഡ് ഇതാണ് സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസിലും നമുക്ക് ആ ഒരു റെഡിഷ് റാണി പിങ്ക് ബോഡിയും സാരിയുടെ സെയിം ബോർഡേഴ്സുമായിട്ടും ആണ് ഫോളോ ചെയ്ത് പോയിട്ടുള്ളത്. ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. ഭയങ്കര ഭംഗിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു സാരിയും വരുന്നത്. ഇങ്ങനത്തെ ഒരു ട്രഡീഷണൽ പാറ്റേൺസ് ഒക്കെ വരുന്നത് എപ്പോഴും നമ്മുടെ വാർഡ്രോബിൽ നമുക്ക് ഒരുപാട് കാലം അല്ലെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചറിലേക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ സാരീസാണ്. ഈവൻ കളക്ഷൻ ഉള്ളവർക്കൊക്കെ ഒരു കളക്ഷനായിട്ട് വെക്കാനാണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണിത്. ആൻഡ് ഇനി ഈ സാരിയുടെ പ്രൈസ് നോക്കാം. 26,900 റുപ്പീസാണ് ഈ ഒരു പെർട്ടിക്കുലർ സാരിയുടെ പ്രൈസ് വരുന്നത്.
സോ ഇന്നത്തെ നമ്മളുടെ കളക്ഷനിലെ ലാസ്റ്റ് സാരിയാണിത്. ഇതിലേതെങ്കിലും സാരീസ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അതിലേക്കൊരു മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ നമുക്ക് DM ചെയ്യുകയോ ചെയ്താൽ മതി. അതല്ല നേരിട്ട് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ട്രിവാൻഡ്രത്ത് വഴുതക്കാടാണ് ഞങ്ങളുടെ സ്റ്റോർ വരുന്നത്. അവിടേക്ക് നേരിട്ട് വന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക്